ആദ്യത്തെ പ്രൊഡ്യൂസർ എനിക്ക് എങ്ങനെ മറക്കാൻ നോക്കും? എൻ്റെ ബ്രദറും ഞാനും കൂടി കൂടിയാണ്. അതെ, അപ്പം അത് അടുത്ത സെന്റൻസ് അതായിരുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ബാബു പോളും, അദ്ദേഹം ബാബു പോള്, ജ്യേഷ്ഠൻ ബേബി പോൾ. ബേബി പോൾ ഇസ് മോമോ. നമസ്കാരം. നമ്മൾ ചാക്കോപ്പിള്ള പൈലിപ്പിള്ള എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലെ പൈലിപ്പിള്ള ചേട്ടൻ്റെ രണ്ടാമത്തെ മകനാണ്. അതെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പെർഫെക്ഷൻ ഒബ്സഷൻ, എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് അതിൻ്റെ ടേക്ക് ഓഫ് മുതൽ അവസാനം വരെ എല്ലാ സഹകരണങ്ങളും എനിക്ക് എന്ത് വേണം. അന്നത്തെ കാലത്ത് ഒരു കാറിന് സിനിമയ്ക്കകത്ത് മെർസിഡീസ് ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനിപ്പോൾ എവിടെ പോകും? അത് ആരുടെ അടുത്ത് പോയി ചോദിക്കും? അതിന് മറ്റേ വാടകയല്ലേ മറിച്ചേ വാടകയല്ലേ? കിട്ടാനും പാടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബേസിക്കലി അവർ പണക്കാരാണ്, പണമുള്ളവരാണ്, സമ്പത്തുള്ളവരാണ്. അപ്പം സമ്പത്തുള്ള ആൾക്കാർക്ക് സിനിമ എടുക്കുന്നത് എന്തിനാ? സിനിമ എടുക്കുന്നത് സമ്പത്തുണ്ടാക്കാനല്ല. സിനിമ വിനോദം മാത്രവുമല്ല, നല്ല സിനിമ ഉണ്ടാവണം, മീനിങ് ഫുൾ ഫിലിം ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഒരു മീനിങ് ഫുൾ ഫിലിം ഉണ്ടാകാൻ വേണ്ടി എന്നോട് അക്ഷരാർത്ഥം നിന്ന് തന്നിട്ടുള്ള രണ്ടുപേരാണ് ബേബി പോളും ബാബു. ഞങ്ങൾ ബേസിക്കലി കോൺട്രാക്ടേഴ്സ്. അപ്പോൾ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു, മിഷണറി എക്സിബിഷൻ ചെന്നൈയിൽ. അത് കാണാൻ ചെന്നപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ, എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു കസിൻ പറഞ്ഞിങ്ങനെ ഒരു പുതിയൊരു ഡയറക്ടർ ആവാനായിട്ട് ഇങ്ങനെ ഹരിഹരൻ സാറിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഭദ്രൻ ഒരു കഥയുണ്ട്, നമുക്കൊന്ന് കേട്ടാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ മദ്രാസ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് തോന്നുന്നത്, അവിടെ വന്ന് ഈ കഥ പറഞ്ഞു. കേട്ടപ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ വെച്ച് എറണാകുളത്തെ രണ്ടാമത് വന്ന് ആദ്യം മദ്രാസ് ഇൻ്റർനാഷണൽ ഓഫീസ് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നി. അത് കഴിഞ്ഞൊന്ന് എറണാകുളത്തേക്ക് ഒന്ന് ഇൻ്റർനാഷണൽ ഹോട്ടലിലേക്ക് പോവാം, നമ്മുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്, അവിടെ ഇരുന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞങ്ങളും ഇതെന്താ വേണ്ടത്, ഞങ്ങളുടെ ബിസിനസ് ഇതല്ല, ആക്ച്വലി കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, ഫസ്റ്റ് ടൈം ഫിലിമിലേക്ക് എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഒന്ന് ശരിക്ക് തിങ്ക് ചെയ്തിട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാനും ബ്രദറും കൂടി ആലോചിച്ചപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് നോക്കാം, എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം ഫിലിം ഇൻഡസ്ട്രിയിലും. മേക്കിംഗ് മണി ഈസ് സെക്കൻഡറി. ഫസ്റ്റ് ഓഫ് ഓൾ വെൻ യു പ്രൊഡ്യൂസ് സംതിങ്, അതൊരു നല്ല എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയൊരു സംഗതി ആയിരിക്കണം. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ സക്സീഡ് ചെയ്തെന്നാണ് ഡെഫിനറ്റ്ലി. അതെ, തീർച്ചയായും തീർച്ചയായും. കാരണം ഒരു കോംപ്രമൈസും ഡയറക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പ്രത്യേകിച്ച് ഹരിഹരൻ സാറിൻ്റെ സ്കൂളും അല്ല, ഒരു രക്ഷയില്ല. വി ഹാഡ് എ ലോട്ട് ഓഫ് ടൈം. അല്ല, പക്ഷെ അത് അതിന്റെ കൂടെ ഒപ്പം അവർ സഹകരിച്ച് തന്നു എന്നുള്ളതാണ്. ചേച്ചി ഇദ്ദേഹമായിരുന്നു അതിനെ എന്താ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണം, അത് വേണം, വേണം, അത് അങ്ങനെ തന്നെ വേണം എന്നൊരു സിദ്ധാന്തം അദ്ദേഹം തന്നെ. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഈ മോഹൻ സാറിനുള്ളൊരു വലിയ പ്രത്യേകത അതാണ്. ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ലിസൺ, അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമയിൽ ഇന്ത്യൻ ചലച്ചിത്രത്തിൽ ദ വെരി ഫസ്റ്റ് ടൈം ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഫുട്ടേജ് മൈൻഡ് ഏകദേശം 36 ഷോട്ടുകളോളം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഫസ്റ്റ് ഫിലിം ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഫിലിം ഇൻ ഇന്ത്യ. നോ വൺ വുഡ് എവർ തോട്ട് അബൌട്ട് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. എനിക്ക് പോലും അറിയില്ല. എന്നെ എൻ്റെ ഒരു സ്വിറ്റ്സർലൻഡിലുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ, അവനവിടെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുക, ഭദ്രൻ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, പ്രസാദ് ഈ മിഷൻസ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റഡി. അപ്പൊ അതിനകത്ത് മുഴുവൻ പ്രൊഡിക്ഷൻ അല്ലേ, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ വിത്തിൻ ദിസ് ടൈം. അതിനകത്തൊക്കെ ട്രെയിൻ വരുന്ന സമയം, അതിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ട്രാക്ക്, റണ്ണ്, സ്പീഡ്, ഒത്തിരി ഗ്രാഫിക്സിന്റെ ഫുട്ടേജ്, പ്ലെയിൻ പ്രിഡിക്ട് ചെയ്യുന്ന സമയത്ത് പ്ലെയിനൊക്കെ റൂഫയിലോട്ട് വന്നു വെച്ച് മമ്മൂട്ടി നോക്കുമ്പോൾ റൂഫയിലോട്ട് പ്ലെയിൻ ഇങ്ങനെ വരുന്നു, ഒത്തിരി ഇങ്ങനത്തുള്ള മാജിക്സ് അതിനകത്തുണ്ട്. അപ്പം ഇതിന്റെ ഒരു പോസിബിലിറ്റി ഞാൻ ഈ പ്രസാദിൽ പോയി എത്രയോ രാത്രികൾ അവിടെ പോയി ഇത് പഠിച്ച് മനസ്സിലാക്കി, ഇതിൻ്റെ തന്നെ പോസിബിലിറ്റീസ് ഉണ്ട്, ഇത് മോഹനെ പറഞ്ഞ് മനസ്സിലാക്കി, അവിടെ നിന്ന് തന്നെ ചില ബൈറ്റ്സുകളൊക്കെ എടുത്ത് പുള്ളി അത് കാണിച്ചു. ഓ, ഇത് ഭയങ്കരമായിരിക്കും ആ സംഭവമാണല്ലോ ഇത്. ആസ് എ പ്രൊഡ്യൂസർ താങ്കൾ ഒരു ഫസ്റ്റ് ഫിലിം ഇന്ന് ചെയ്യുമ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇവിടെ താങ്കൾ എത്തുകയും യുവർ പ്രസൻസ് യു മേഡ് ഇറ്റ് റിയലി ഫെൽറ്റ് അമംഗ് us. താങ്ക് യു സോ മച്ച്. ഹലോ ഭദ്രൻ, ഹൗ ആർ യു? ഓർമ്മയുണ്ടോ അനുരാഗ കോടതി എന്ന സിനിമ? എങ്ങനെ ഭദ്രൻ അന്ന് ഹരൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു വന്ന സിനിമ, ആ ഷൂട്ടിംഗ് നിന്നാണ് അതിൻ്റെ ആദ്യത്തെ എല്ലാ സ്റ്റെപ്സും ഉണ്ടാവുന്നത്. പപ്പുവേട്ടന് സുഖമില്ലായ്മ, ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അന്ന് നമ്മൾ ഓർമ്മയുണ്ട്, ആ ഹോസ്പിറ്റലിൻ്റെ താഴെ ഡോക്ടർ ഒരു 48 hours ടൈം പറഞ്ഞു. പിന്നെ നമ്മൾ താഴെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഭദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ പറയാം, ശങ്കർ അത് കേൾക്കണം
ശങ്കറിന് പറ്റുന്ന ഒരു റോളാണത്. ജസ്റ്റ് സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ബേബി പോൾ, ബാബു പോളിൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നിപ്പോൾ ബേബി പോൾ നമ്മുടെ കൂടെ ഇല്ല, ഈ അടുത്ത കാലത്ത് നമ്മളെയൊക്കെ വിട്ടുപോയി. ഏതായാലും എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സിനിമ അങ്ങനെ സ്റ്റാർട്ടായി. ആ സിനിമ വിജയിച്ചു. മേനകി ഞാനും ഒരുപാട് സിനിമകളിൽ അതിന് ശേഷം ജോഡികളായിട്ട് അഭിനയിച്ചു. പിന്നെന്തോ ഭദ്രൻ്റെ സിനിമകൾ വീണ്ടും അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല. എനിയോ ഓൾ ദ ബെസ്റ്റ്.